ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് കോഴിക്കോട് സിറ്റിയിലെ മാനാഞ്ചിറയിലേക്ക് പോയി. ബീച്ചായിരുന്നു ലക്ഷ്യമെങ്കിലും ലൈറ്റ് ഷോ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മാനാഞ്ചിറയിലേക്ക് കയറാതിരിക്കാൻ വയ്യെന്ന് തോന്നി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇങ്ങനെ കാണുമ്പോൾ തന്നെ ലൈറ്റ് ഷോ എങ്ങനെയുണ്ടായിരുന്നെങ്കിൽ നേരിട്ട് കാണുമ്പോഴുള്ള അനുഭവം വേറെ തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ല വൈബായിരുന്നു. 2025 വരവേൽക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മുടെ മാനാഞ്ചിറ കോഴിക്കോട് സിറ്റി ഒരുങ്ങിയിരിക്കുന്നത്. മാനാഞ്ചിറ മാത്രമല്ല, നമ്മുടെ കോഴിക്കോട് സിറ്റി പുതിയാപ്പ ലൈറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റ് ഷോ ആണ് ഇപ്പോൾ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാനാഞ്ചിറ സ്ക്വയർ മൊത്തമായിട്ട് ഇവർ ലൈറ്റ് ഷോ ഇട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ലേറ്റായി എത്തിയത് കാരണം മുഴുവനായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. കുറേയൊക്കെ അവർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഏത് സ്ഥലത്തൂടെ കയറിയാലും അവിടെയൊക്കെ നമുക്ക് ലൈറ്റ് ഷോ കാണാമായിരുന്നു. ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ മുഴുവൻ കാണാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ കണ്ടതിൽ അത്രയും ഞങ്ങൾ സംതൃപ്തരായിരുന്നു. അവിടെ ഒരു വേ ഓഫ് വാക്കിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടൈം കഴിയുന്നുണ്ടായിരുന്നു. അവർ കറക്റ്റ് ടൈം പറയുന്നത് 6:30 to 8:30 ആണ് ടൈം പറയുന്നതെങ്കിലും ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 11:30 ഉണ്ട്. എങ്കിലും അവർ ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓരോന്നോരോന്നായി ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ആളുകളുടെ പ്രവാഹം മൂലം അവർ ലൈറ്റ് ഓഫ് ചെയ്യാൻ കുറേ ലേറ്റായി എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഇതൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കൊരു അട്രാക്റ്റീവ് ഫീൽ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ടൈം കഴിഞ്ഞ് സെക്യൂരിറ്റി ചേട്ടന്മാർ വിസിലടിക്കാൻ തുടങ്ങും. അങ്ങനെ വിസിലടിച്ച് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ മെല്ലെ സ്കൂട്ടാണുള്ള പ്ലാൻ ഇട്ടു. പിന്നെ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ നടന്ന് 2025 വരെ ഓഫ് ചെയ്തു അവർ. ഇനി ന്യൂ ഇയറിന് തുറക്കുള്ളൂ എന്നുള്ള ധാരണയിലായിരുന്നു. ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ നല്ല റഷായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളൊരു 12 o'clock കഴിഞ്ഞിരുന്നു. അവിടെ കളിപ്പാട്ടാണെങ്കിലും പിന്നെ ആൾക്കാരുടെ തിരക്ക് പിന്നെ പറയാതിരിക്കാൻ വയ്യ. അവിടെ ബീച്ചിന് സൈഡിൽ ഓരോ സിറ്റിംഗ് ഏരിയ ഉണ്ട്. ആ സിറ്റിംഗ് ഏരിയയിൽ ഓരോരോ സൈഡിൽ ഓരോരോ കൂട്ടങ്ങളായിരുന്നു. ആ കൂട്ടങ്ങൾ എന്താണെന്ന് എത്തി നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടത്. ഒരു സൈഡിൽ പാട്ടാണെങ്കിൽ ഒരു സൈഡിൽ ഡാൻസാണ്. സ്പീക്കർ വയ്ക്കുന്നു, അവൻ ഡാൻസ് കളിക്കുന്നു, ചുറ്റുള്ള ആൾക്കാരെ കൊണ്ടും മേക്ക് ഇറ്റ് സീം ലൈക്ക് അങ്ങനെയാണ് സംഭവം ഉള്ളത്. സത്യം പറഞ്ഞാൽ ആളുകൾക്കതൊരു എൻ്റർടൈൻ ആയിരുന്നെങ്കിലും ചില സമയങ്ങളിൽ പോലീസുകാർ വന്നിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല, കൈമുട്ടി ഒപ്പനപ്പാട്ട്, ഇവരുടെ മാപ്പിളപ്പാട്ട് നമ്മൾ കേട്ട് വന്നാൽ കൂടെയുള്ള താത്തമാരൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഗിറ്റാർ ഏരിയ ഉണ്ട്. നമ്മൾ കുറേയൊക്കെ എൻജോയ് ചെയ്തു. പിന്നെന്താ, ഫുഡ് മുഖ്യം വെക്കില്. ഫുഡ് കഴിക്കാതെ പിന്നെ വേറെ ഇല്ലല്ലോ. ഇത്രയും ലോങ് നമ്മൾ ചെന്നിട്ട് ഫുഡ് കഴിക്കാതിരിക്കുന്നത് മോശമല്ലേ. അത് കോഴിക്കോട് നിന്ന് സ്പെഷ്യൽ ഐറ്റംസ്. ഫുഡൊരു ആവറേജ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബീച്ചിലേക്കൊക്കെ ഇറങ്ങി. കൊച്ചിന് പേടിയായിരുന്നെങ്കിലും നമ്മൾ കുറച്ച് നേരമൊക്കെ ബീച്ചിൽ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ റിട്ടേൺ അടിക്കാനുള്ള പ്ലാനായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പോകുന്നത് 2 മണിക്കാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.